പ്രളയ ദുരിതാശ്വാസത്തിലും മത്സ്യത്തൊഴിലാളികളെ കാണാതായതിലെ രക്ഷാപ്രവർത്തനത്തിലും വീഴ്ചയെന്നാരോപിച്ച് സർക്കാരിനും മുഖ്യമന്ത്രി വി.ഡി. സതീശനുമെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട നിർണായക ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഗുരുതര വീഴ്ച പറ്റി. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയ്ക്ക് തെളിവാണ് ദുരന്തം കഴിഞ്ഞ് 10 ദിവസങ്ങൾക്ക് ശേഷമുള്ള മന്ത്രിമാരുടെ സന്ദർശനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടിയന്തര നടപടികളെക്കുറിച്ച് അറിവുള്ള വകുപ്പുകൾ എന്തുകൊണ്ടാണ് യഥാസമയം ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ദുരന്തബാധിത കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി നൽകണമെന്നും തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ അടിയന്തര സഹായ നടപടികൾ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ മുന്നറിയിപ്പ് അതിനനുസരിച്ച് മുൻകരുതലെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്തരമൊരു അപകടം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിവിടെ ഉണ്ടായോ? അതാണ് ഗൗരവമായ പ്രശ്നം. അതിന് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഏകോപനം ഇവിടെ ഫലപ്രദമായി ഉണ്ടായോ? 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയും മറ്റും ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന വികാരം എത്ര വലുതായിരിക്കും ആ കുടുംബത്തിന്? എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ പലർക്കും ദിവസങ്ങളോളം ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതിരുന്നത്? കുടുംബത്തിൻ്റെ താങ്ങാണ് ഇല്ലാതായിട്ടുള്ളത്, കുടുംബനാഥൻ. അത് ഒന്നുകൊണ്ടും നികത്താനാവില്ലെങ്കിലും കുടുംബത്തിലുള്ള ഒരാൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ തയ്യാറാകും. ജോൺ ബ്രിട്ടാസ് എംപിയെ സുഷ്മിത ദേവ് ലുങ്കിവാല എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനെതിരെ രാജ്യസഭയിൽ വലിയ പ്രതിഷേധമുയർന്നു. സഭയിൽ ബ്രിട്ടാസ് തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത്.